പണ്ടെല്ലാം ഇവിടെ ഫുള്ള് കാടാ. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോൾ ബ്രണ്ണൻകുളിയിലെ ഗാർഡനിലുള്ളത്. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ആയിഷ നവാസ്. വെൽക്കം ടു മൈൻ ഹന്ന. എൻ്റെ കൂടെ ചെറുതിലേ പഠിച്ച ഒരു 3-4 ഫ്രണ്ട്സിന് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവരെ കൂട്ടാൻ പോകുന്നുണ്ട്, എന്നിട്ട് അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, അവര് ഇത് എന്നെയും വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കൂട്ടിയിട്ട് പോകാം. ഓക്കെ, ഇന്ന് കുറേ പ്ലാൻ ഉണ്ട് നമുക്ക്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളിതങ്ങനെ ബ്രണ്ണൻ്റെ എൻട്രൻസിലുള്ളത്. ഇവിടുന്ന് കുറച്ച് നല്ല നല്ല ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിലേക്ക് പോകാം. എന്തായാലും ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പേരും നമ്പറെല്ലാം കൊടുക്കണം. നമ്മളിതെങ്ങനെ ബ്രണ്ണൻ കോളേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൻ്റെ മുന്നിലാണ്. ബ്രണ്ണൻ കോളേജിൽ എനിക്ക് തോന്നുന്നു കുറച്ചായിട്ടുള്ളൂ ഇത് ഓപ്പൺ ആയിട്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ബ്രണ്ണൻ കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ BCom ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പഠിക്കാണ്ടായിക്കൊണ്ട് അതും വന്നു. ഓക്കെ, പണ്ടെല്ലാം ഇവിടെ ഫുള്ള് കാടാണ്. നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെയാണ് ഇങ്ങനെ പോക്ക്. പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ ഉഷാറായിട്ട് ബിൽഡിങ്ങെല്ലാം എടുത്ത് വരും. നമ്മളിങ്ങനെ നടക്കുന്ന നല്ല വെയിലുണ്ട്. ഉച്ച 12 മണിയിപ്പോൾ. ബ്രണ്ണനും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കണ്ണൂരൊക്കെ പോകുന്നത്. കണ്ണൂർ പോയിട്ട് ഭക്ഷണം കഴിക്കണം, കുറച്ച് പണിയിലുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് മറക്കാനാവാത്തൊരു സ്റ്റെപ്പിൻ്റെ മേലിലാണ്. ഈ ഒരു സ്റ്റെപ്പ് നമ്മളെ കോളേജ് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. പക്ഷേങ്കിൽ അതെല്ലാം ഇപ്പോൾ പൊട്ടി പൊളിഞ്ഞ്. എന്തായാലും എങ്ങനെയുണ്ട് സുമി? അടിപൊളി. നമ്മള് ബ്രണ്ണനിൽ വന്നിട്ട് എന്താ അവസ്ഥ? എല്ലാ മെമ്മറീസും ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ശരിക്കും പണ്ട് നല്ല അടിപൊളി സ്റ്റെപ്പ് അല്ലേ? ഇപ്പൊ എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയി. ഇപ്പൊ ആരും ഇരിക്കാനൊന്നുമില്ല. നമ്മള് പോയതിനു ശേഷം ആരും ഇരുന്നിട്ടില്ല അല്ലേ? കെമിസ്ട്രി ബ്ലോക്കാണിത്. നല്ല അടിപൊളി ബാസ്കറ്റ് ബോളെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറേ ആയി, ഇപ്പോൾ ഒന്നും എല്ലാം തോന്നുന്നു. എന്തായാലും നമ്മളുള്ളപ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ലാബൊന്നും മറക്കാൻ പറ്റൂല. എന്തായാലും ഇതാ കെമിസ്ട്രി ലാബിലെല്ലാം നമ്മൾ കുറച്ച് നാൾ നടന്നു കളിച്ച ആൾക്കാരാണ്. പിന്നെ ബ്രണ്ണനിൽ പഠിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായമെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ സ്റ്റേജിൽ നമുക്ക് കയറാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതാണ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, അന്നേരം അതിനുള്ളൊരു മൂഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കലാപരിപാടിക്കൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കി ഇങ്ങനെ സ്റ്റോൺ ബെഞ്ചിലിരിക്കലും
ക്യാൻറ്റീനിൽ പോക്കും എല്ലാ ജോളിയും ആക്കിയിട്ടുണ്ടേന്. പക്ഷേങ്കിൽ സ്റ്റേജിൽ കയറാനുള്ള മൂഡ് അന്നേരം ഉണ്ടാക്കി. ഇപ്പം നല്ല മൂഡുണ്ട്. പക്ഷേങ്കിൽ സമയം കഴിഞ്ഞില്ലേ. നമ്മളിതിപ്പോൾ ക്യാൻറ്റീനിലേക്കാണ് പോകാൻ പോകുന്നത്. ക്യാൻറ്റീനിൽ പോകാന്ന് വെച്ചാൽ ക്യാൻറ്റീൻ്റെ ഉള്ളിലൊന്നും കയറില്ല. ഒന്നാമത് ഇവിടെ ഈ ഏരിയയിലെല്ലാം ഷിഗല്ലിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് വെള്ളം കൂടി ജ്യൂസ് ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. കാണിച്ചിരുന്ന മാത്രമാണ്. ഇതാണ് ക്യാൻറ്റീൻ. ഇത് നമ്മൾ കുറേ ചോറ് തിന്നിന് കേട്ടോ. ചോറ് തിന്ന് ആ കാണുന്നതാണ് ലേഡീസ് റൂം എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ബ്രണ്ണലിൽ സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവരെല്ലാം പരിചയപ്പെടുത്തി തരാൻ മറന്നുപോയി. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു എവിടെയോ എത്തിപ്പോയി. അപ്പോൾ പരിചയപ്പെടുത്താം ആദ്യം. ഇതാണ് സുമി, ഇത് ഫസ്ലി, ഇത് റസ്നി കേട്ടാ. ഇവര് രണ്ടാളും എൻ്റെ കൂടെ ചെറുതിലേ പഠിച്ചതാ. LKG മുതൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ട്. ഇയാളെ കിട്ടിയത് നമുക്ക് ബ്രണ്ടൻ കോളേജ്. പക്ഷെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധം ഇതുവരെ വിട്ടിട്ടില്ല. മാഷാഅല്ലാഹ് ഇപ്പം കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ കീപ്പപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത് അല്ലേ. 14 വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ കയ്യിൽ ഇപ്പോഴത്തെ പോലെ ഒന്നല്ല, ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തല്ലേ. ശരിക്കും ഈ ക്യാമ്പസിൽ വന്നിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തരോ എന്ന് ചോദിക്കുമ്പോ കുട്ടികൾക്കെല്ലാം മുഖം വാടിപ്പോന്ന്. എന്താ വെച്ചാൽ ഫോണിൽ കണ്ടുകൊണ്ടാണ് ഇവർക്കൊന്നും ഒരു ഇതില്ല. ഇനിയിപ്പോ നമ്മള് നേരെ ഇവിടുന്ന് കണ്ണൂരേക്കാ പോകുന്നത്. കണ്ണൂർ പോയിട്ട് വേണം ലഞ്ച് കഴിക്കാൻ. ലഞ്ച് കഴിച്ചിട്ട് പിന്നെ 1-2 സ്ഥലം കൂടി കാണാനുണ്ട്. പിന്നെ എൻ്റെ പാർസലയക്കേണ്ട ദിവസം ഇന്ന്. അപ്പൊ അവിടെ പോണം. അങ്ങനത്തെ കുറെ പണികളെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ, ഈ ബിൽഡിംഗ് ആണ് ബ്രണ്ണൻ കോളേജിലെ പണ്ടത്തെ പഞ്ചാര മുക്ക് അല്ലെങ്കിൽ ഷുഗർ കോർണർ. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഒന്ന് നടന്നിട്ട് റൗണ്ട് അടിച്ച് വന്നതാണ്. പക്ഷെങ്കിൽ ഇപ്പോ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്. നമ്മളങ്ങനെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് സൂഫി മക്കാനിൽ വന്നിട്ടുണ്ട് കണ്ണൂർ. ബിരിയാണി എത്തി, ഇനി കഴിക്കണോ? പിന്നെന്താ ബാക്കി തിന്ന് കുറേ നേരമായി വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷെങ്കിൽ വർത്താനം പറഞ്ഞിട്ട് തീരുന്നില്ല. സൂഫി മക്കാനിൽ നമ്മള് നല്ലൊരു അടിപൊളി ബിരിയാണിയും കഴിച്ച് ഇനി പോവാൻ പോകുന്നത് കണ്ണൂരില് വെല്ലാട് റോഡില് ബേക്കിംഗ് ടൂൾസും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട്. അവിടെ കുറെ കാര്യങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട്. എന്താണ്, ഫ്രഷ് ഹൗസ് എന്നാണ് പേര്. അത് ഈ ഫസ്ലിന്റെ ബ്രദറും ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആ ഒരു ഷോപ്പും കൂടി കാണിച്ചു തരാം ഈ ഒരു വ്ളോഗില്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവിടുന്ന് കാണാം. ഇതാണ് കണ്ണൂരിൽ വെല്ലാട് റോഡിലുള്ള ഫ്രഷ് ഹൗസ്. ഇനാഗുറേഷൻ ചെയ്തിട്ട് 1 വീക്ക് ആയിട്ടേ ഉള്ളൂ.
ഞാനിവിടെ വന്നപ്പോൾ കാര്യമായിട്ട് നോക്കിയത് ഇത് വണ്ടർ ഷെഫിൻ്റെ സ്റ്റാൻഡ് മിക്സർ. അപ്പോൾ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. സ്പീഡ് അഡ്ജസ്റ്റ് ഉണ്ടാവും. ഇത് വണ്ടർ ഷെഫിൻ്റെ 5 ലിറ്ററിൻ്റെ ആണ്. ഇതിന് വരുന്നത് MRP വരുന്നത് 8,000 സംതിങ് ആണ്. ഫ്രഷ് ഹൗസിൻ്റെ സ്പെഷ്യൽ റേറ്റ് ആണ് 7,400. 2 വർഷത്തെ വാറണ്ടി എല്ലാം ഉണ്ട്. കമ്പനീൻ്റെ തന്നെയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും റീപ്ലേസ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് എല്ലാം ഉണ്ടാവും. നിങ്ങൾ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഫ്രഷ് ഹൗസിൽ കൊണ്ടുവന്നാൽ അല്ലാണ്ട് നിങ്ങൾ ഇതിൻ്റെ കമ്പനി തേടി പോകുമൊന്നും വേണ്ട. നേരെ ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യും. ഇത് വിപ്പിംഗ് ക്രീം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യോണ, വിവോ, റിച്ചിൻ്റെത്, അതുപോലെ ഡ്രോപ്പ് ലൈറ്റ്, ഒട്ടുമിക്ക എല്ലാ ക്രീമിൻ്റെയോ എല്ലാ കമ്പനിയുടെ ക്രീംസും അവൈലബിൾ ആണ്. എല്ലാ റേഞ്ചിലുള്ളത്. ബർത്ത്ഡേ പാർട്ടിയാണ് ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെൻ്റ് ആണ് എൻഗേജ്മെൻറ്റ്, പിന്നെ ബേബി ഷവർ പരിപാടി, അങ്ങനത്തെ പരിപാടി ഏത് പ്രോഗ്രാമിൻ്റെ ആക്കിയാലും A to Z ഐറ്റംസ് അവൈലബിൾ ആണ്. ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഡെലിവറി നമ്മളിപ്പോൾ കണ്ണൂരിന് പുറമേ ഉള്ളത് നമ്മൾ കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട്. കണ്ണൂരിലുള്ളത് ഇപ്പോൾ ഈ കൊറോണ ബേസ്ഡ് ആയിട്ടാണ് അതിൻ്റെ ഹോം ഡെലിവറീസിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതല്ല ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കൊറിയർ സർവീസ് ഉണ്ട്. ഈ ബോക്സസ് എല്ലാം ഇങ്ങനെ നിങ്ങൾ സെയിലാക്കുന്നുണ്ട്? സെയിലാക്കുന്നു. ബോക്സസ് ഇമ്പോർട്ടഡ് ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടഡിൻ്റെ ഇമ്പോർട്ടഡ് പേപ്പറിനുണ്ടാവും, ഇന്ത്യൻ മെയ്ഡ് ഉണ്ടാവും, മെറ്റൽ, വുഡന്, പിന്നെ നമ്മൾ ബാംബു ടൈപ്പ് ഏത് തരം ഗിഫ്റ്റ് ഹാമ്പേഴ്സും അവൈലബിൾ ആണ്. നമ്മളിപ്പോ പയ്യാമ്പലം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഫ്രഷ് ഹൗസ് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഇനിയിപ്പോ ബീച്ചിൽ ഒരു റിസോർട്ട് ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ. പോയിട്ട് നോക്കണം എന്തെല്ലാന്നുള്ളത്. അപ്പൊ ബാക്കി ആടുന്ന് കാണാം. ഓക്കെ, നമ്മളിപ്പോ ഉള്ളത് പയ്യാമ്പലം കണ്ണൂർ ബീച്ച് റിസോർട്ടിലാണ്. ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ്, പക്ഷേങ്കിൽ നല്ല വെയിലും ഉണ്ട്. നമ്മൾ വന്ന ടൈം കുറച്ച് വേഗമായിപ്പോയി. ഒരു 5:30, 6 o'clockനെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല സൺസെറ്റെല്ലാം കണ്ട് ചായലും കുടിച്ചിട്ട് മെല്ലെ പോവാം. നമ്മൾ വന്നത് കുറച്ച് വേഗമായിപ്പോയി. നമുക്ക് വേഗം തിരിച്ചു പോകേണ്ടതുകൊണ്ട് വേഗം വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ വഴിക്ക് പോകണ്ടല്ലേ. എല്ലാവരും ഫോട്ടോസെല്ലാം എടുത്ത് ഭയങ്കര ഉള്ളോട്ടായിട്ട് ഈ റിസോർട്ട് നിൽക്കുന്നത്. പിന്നെ ആരും അങ്ങനെ എത്തിപ്പെടുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ കുറേ നാളായി ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരെല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറേ ചുറ്റിക്കറങ്ങിയിട്ട് കണ്ടുപിടിച്ചിട്ട് വന്നതാണ്. പക്ഷെ നല്ല ഇവിടെ സൺസെറ്റ് കാണണം മെയിനായിട്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പക്ഷേ നമ്മൾ അത്രയും സമയമൊന്നും ഇവിടെ നിൽക്കില്ല. സൺസെറ്റിന് മുന്നേ പോകാനേ ചാൻസ്. ഇപ്പം നല്ല വെയിലുണ്ടാവും. നമ്മൾ നല്ല ഓറഞ്ച് ജ്യൂസും പിന്നെ വാട്ടർമെലൻ്റെ ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 മാത്രം കാണുന്നത്, വേറൊന്നും കണ്ടില്ല. ഒന്ന് റസ്മിൻ്റെയും ഒന്ന് സുമിൻ്റെയും കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രണ്ണൻ കോളേജിലെല്ലാം പോയത് തന്നെ പഴയ കാലത്തെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയാലല്ലേ, ക്യാൻറ്റീനിൽ പോയാൽ ഒറ്റ ചൊറയെ വാങ്ങും. 4 ആളും കൂടി ഷെയർ ചെയ്തിട്ടാണ് തിന്നല് പണ്ട്. അതേപോലെ പക്ഷെ ഷേക്കിൻ്റെ അത്ര എത്തൂല. ഇത് ജ്യൂസാണ്. എന്നാലും സാരല്ല, നമ്മൾ ഈ ജ്യൂസിൽ നമ്മൾ ഒതുക്കി ഇന്ന്. അങ്ങനെ നമ്മൾ ബീച്ച് റിസോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഇപ്പം സമയം 6 മണിയായി വൈകുന്നേരം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ. ഓക്കെ, ഇപ്പൊ നമ്മള് സൂഫിയ മക്കാനിന്ന് അടിക്കോ. റെഡി 1 2 3. അപ്പോ ഈ എന്താ മാസ്ക് കഴിക്കാത്ത? ഇങ്ങനെയാ കുറച്ചുകൂടി മുഞ്ച്. ഊട്ടി മൈസൂർ ഭയങ്കര ഒച്ചപ്പാടേ. അപ്പോഴത്തേക്ക് അവിടെ തട്ടി കിട്ടാരാ എടുത്തോ അറിയാത്ത പിള്ളേക്ക്. നമ്മൾ കേറുന്ന പോലെ ആക്കിയിട്ടെന്നെ പറയാം. ഇവളിപ്പോ പറഞ്ഞു തീരാ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. അല്ലാ, എല്ലാം കട്ട് ചെയ്യണ്ടോ? ഇതൊന്നും ഇങ്ങനെ കളക്കള കുടിച്ചോളെ. കുടിക്കാൻ പാടുന്നില്ല. കുടിച്ചോ. സുമിക്ക് മാസ്ക് ഒന്നും ഇല്ലല്ലേ? സാരില്ല. പിന്നെ ഇത് വീഡിയോ ആയിപ്പോയി. ഒരു ഫോട്ടോ എടുക്കട്ടെ.
റസ്മിയെല്ലാം എന്ത് ധൈര്യത്തിലാ പറയുന്നറിയാ.